പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് അപേക്ഷ നൽകും. 5 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക. മൂവാറ്റുപുഴ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സഹീൻ ആന്റണിയാണ് ചേരുന്നത്. സഹീൻ, ഇപ്പോഴും പരാതികൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ. അതിലാണ് കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലൊക്കെ ആവശ്യമായിട്ടുള്ളത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങണം എന്നുള്ള അപേക്ഷ ഏത് രീതിയിലാകും കോടതി പരിഗണിക്കുക? സ്വാതി, CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യപ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച് അവരുടെ ആദ്യ പരിശോധനകളായിരുന്നു നടത്തിയിരുന്നത്. അനന്തു കൃഷ്ണന്റെ ഓഫീസുകളിൽ പരിശോധനകൾ നടത്തി. വിവിധ ഓഫീസുകളിൽ നിന്നും നിരവധി രേഖകളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. 5 ദിവസത്തേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങുക. ഇന്ന് അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ മൂവാറ്റുപുഴ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ 5 ദിവസം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ അനന്തു കൃഷ്ണൻ ഇപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ ഈ കേസിൽ ആർക്കെല്ലാം പങ്കുണ്ട്, ആരെല്ലാം ഈ കേസിൽ കൂടുതലായി അനന്തു കൃഷ്ണനോടൊപ്പം തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ക്രൈംബ്രാഞ്ചിന് ഒരു വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല, നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ നിരവധി പരാതികൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 4000-ലധികം പരാതികൾ ആകമാനമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ ആവശ്യം ഇപ്പോഴും വ്യക്തിപരമായി കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ആളുകളും കൊടുക്കുന്ന പരാതികൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ കീഴിലാക്കി ആ പരാതികൾ ആകമാനം ചേർത്തുകൊണ്ടാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതല്ല, പകരം ഓരോ വ്യക്തികളും നൽകുന്ന പരാതികൾക്ക് FIR ഇടണമെന്നുള്ള ഒരു ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് ഇന്നലെ പറവൂരിലെല്ലാം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ട് വലിയ റാലികൾ നടന്നു, വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്ത്രീകൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇത് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് അനന്തു കൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അനന്തു കൃഷ്ണനുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയ ട്രസ്റ്റുകൾ പൈസ നൽകാമെന്ന് പറഞ്ഞ സമയവും കാലാവധിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആരും പണം തിരികെ നൽകുന്നില്ല. അതും വലിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾക്ക് ഇടവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം ക്രൈംബ്രാഞ്ചിന് പരിശോധിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചതും. ശരി സഹീൻ, തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും. ആ വിവരങ്ങളാണ് സഹീൻ ആന്റണി നൽകിയത്.